ഹലോ, വെൽക്കം ടു നോ ലിമിറ്റ്സ് സിന്ധു. ഇന്ന് നമുക്കൊരു മീൻ പൊള്ളിച്ചതുണ്ടാക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു ആവോലി ആട്ടം എടുത്തിട്ടുള്ളത്. ആവോലി നന്നായി കഴുകി വൃത്തിയാക്കി ഇതേപോലെ വരയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു സവോള, ഒരു 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി. ഇനി നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാമേ. ഇനി നമുക്ക് അത് മാറ്റി വെക്കണം സവോള. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഇത് മിക്സിയിലിട്ട് നമുക്ക് ആ പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലോട്ട് പുരട്ടാം. മുഴുവനൊന്നും ഈ മസാല മുഴുവൻ വേണ്ടി വരില്ല. നമുക്ക് ആവശ്യമുള്ളത് മീനിലോട്ട് പുരട്ടിയിട്ട് 2 സൈഡും നന്നായി തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വല്ലാണ്ട് ഫ്രൈ ചെയ്യണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ഞാനിപ്പോൾ ഒരു മീൻ എടുത്തിട്ടുള്ളൂ, അപ്പോൾ ആ മീൻ കൊള്ളുന്ന ഒരു പാത്രം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒന്ന് കുക്കായതിന് ശേഷം അത് മാറ്റി വെക്കാം. നമ്മൾ ഈ മീൻ പൊള്ളിച്ചത് ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോഴേ അത് പറഞ്ഞ് പെട്ടുപോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് തരുമ്പം അത് ഭയങ്കര ഫുള്ള് മസാല ഉണ്ടായിട്ട് അതിൽ ഫിഷ് കാണാൻ തന്നെ ഉണ്ടാവില്ല. പിന്നെ ഫിഷിൻ്റെ രുചിയും ഉണ്ടാവില്ല, എന്തൊക്കെയോ മസാലകളായിരിക്കും. അപ്പോൾ ഇത് മസാലയൊക്കെ വളരെ കുറവാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിൻ്റെ അകത്ത് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ നമ്മൾ അരിഞ്ഞു വെച്ച സവോളയില്ലേ, അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് അതൊന്ന് കുക്കാവണം. നന്നായിട്ട് വഴറ്റി അതിൻ്റെ നിറമൊന്ന് മാറി ഈ കളറാകുമ്പോൾ ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള അരപ്പുണ്ടല്ലോ, മീനിൽ തേച്ച് പിടിപ്പിച്ച അരപ്പില്ലേ, അത് ബാക്കിയുള്ളതും കൂടെ ഇതിലിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഈ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പിന്നെ അത് നന്നായി തിളച്ചൊന്ന് വരണം. ഈ അരപ്പും ഈ സവോളയും കൂടി ചേർന്ന് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇടണേ. ആ സമയം നല്ലോണം ഒന്ന് തിളച്ച് വരണേ. ആ മസാലകൾ ഫുള്ള് ആ പച്ചമണമൊക്കെ പോയി തിളച്ച് വന്ന ശേഷം നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കേ. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ എന്തോ ഒരു വിലയാണല്ലേ ഒരു മീൻ പൊള്ളിച്ചതിന് കൊടുക്കുന്നത്. ശരിക്കും നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റും ആയിരിക്കും, അത്ര രുചിയായിരിക്കും. ഇതും കൂട്ടി ഇങ്ങനെ ചോറിടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. ഇനിയിപ്പോൾ ആ തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച മീൻ അതിനകത്ത് ഇടണം. ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ കോരി അതിൻ്റെ മുകളിലാക്കിയാൽ മതി, മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അരപ്പൊക്കെ മീനിനോട് പിടിച്ച്, അരപ്പും ആ തേങ്ങാപ്പാലും കുറുകി വന്ന് മീനിലേക്ക് നന്നായി പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇലയിലോട്ട് വെച്ച് അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ എണ്ണ ഞാൻ ശരിക്കും ഒഴിക്കുന്നത് ഒരു തുള്ളി മാത്രം, ശരിക്കും ഒഴിക്കേണ്ട കാര്യമില്ല. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ സ്റ്റൗ സിമ്മാക്കി വെച്ച് നമുക്ക് ഇല വെച്ച് ഫോൾഡ് ചെയ്ത്, എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് വെച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒരു സൈഡ്, 5 മിനിറ്റ് മറ്റേ സൈഡ് വെച്ച് നമുക്കിതിനെ ഒന്ന് ഇലേൻ്റെ ഫ്ലേവറും കൂടെ അതിൽ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇതേപോലെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഉണ്ടാക്കി നോക്കണേ, കഴിച്ച് നോക്കൂ കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായാൽ സ്നേഹം തരണേ, മറക്കരുത്. താങ്ക് യു.